ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞതാണ്. ഇന്ന് ഇത്ര മൗനമാണ്. 25 വിറ്റ് കഴിഞ്ഞാൽ മരുന്ന് വാങ്ങിക്കാനുള്ള കാശ് കിട്ടും എന്നേ പറയാൻ പറ്റത്തുള്ളൂ അല്ലേ? ഷുഗറും പ്രഷറും കൊളസ്ട്രോളും എല്ലാം ഉണ്ട്, പാദം വരെ ഉണ്ട്, എല്ലാം ഉണ്ടല്ലേ? എല്ലാ ഈ നിൽക്കുന്ന അമ്മയെ കണ്ടോ? സമയമേറെ വൈകിട്ടും ബിരിയാണി പൊതികൾ വിൽക്കാതെ നിൽക്കുകയാണ് പാവം. ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറയുന്നത് ഇന്നിച്ചിരി മൗനമാണ്. 1 മണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ തീരും. 1 മണിയാകുമ്പോൾ തീരും, ചിലപ്പോൾ 2 മണിയാവും. അപ്പൊ ഇന്നിപ്പോ 1 മണി ആകാറായല്ലോ. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ എടത്വ സെന്റ് അലോഷ്യസ് കോളേജിന്റെ ഗേറ്റിന്റെ അടുത്തായിട്ട് ഒരു അമ്മച്ചി ബിരിയാണിയായിട്ട് നിൽപ്പുണ്ട്. ഞാൻ ഇതുവഴി പോകുമ്പോൾ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മച്ചിയുടെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഒരു ചെറിയ സംരംഭമാണ്. അമ്മയുടെ പേരെന്തോ? സുമ. സുമ. എന്താ ബിരിയാണിയാണോ? ബിരിയാണി. ഏത് ബിരിയാണിയാണ് ചെയ്യുന്നത്? ചിക്കൻ ബിരിയാണിയാ. എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? 4 മാസമായി. 4 മാസമായി. 4 മാസമായിട്ട് കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അമ്മ എവിടുന്നാ ഇത് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നേ? വീട്ടിൽ നിന്ന്. ഞങ്ങൾ വീട്ടിൽ ഇവിടെ അടുത്ത വീട്, അവിടെ നിന്ന് ഉണ്ടാക്കി. ആരെങ്കിലും സഹായിക്കുമോ അമ്മേ ചെയ്യാൻ വേണ്ടി? ഹസ്ബൻഡ് സഹായിക്കുമോ? അമ്മ ഇങ്ങനെ ഒരു കച്ചവടത്തിലേക്ക് ഇറങ്ങുന്നത് എങ്ങനെയാണ്? വെറുതെ ഇരിക്കണ്ട, ഒരു ചെറിയൊരു ജനകീയ ഹോട്ടൽ നടത്തുന്നുണ്ടായിരുന്നു നേരത്തെ. അതെവിടെയാണ് നടത്തിയത്? എടത്തുവായില്ല. അതിനകത്തും നമ്മൾക്ക് ഒരുപാട് നഷ്ടം വന്നു. ഒന്നും നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. കയ്യിലെ പൈസയൊക്കെ പോകുന്നല്ലാതെ അതിനകത്തൊന്നും ഒരു വരുമാനവും ഇല്ലായിരുന്നു. അപ്പോൾ അതിനകത്തിൽ നിന്ന് ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് അതിൽ നിന്ന് മാറാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതിൽ നിന്ന് മാറി. അപ്പം സ്വയമായിട്ട് ഇങ്ങനൊരു തോന്നൽ വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ. ശാരീരിക ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളാണല്ലേ? ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതാണ്. ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ആ ബുദ്ധിമുട്ടുകൾ മറന്നു പോകും. എന്താ അമ്മയ്ക്കുള്ള ബുദ്ധിമുട്ട്? എന്താ ബുദ്ധിമുട്ട്? ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞതാണ്. ബൈപ്പാസ് കഴിഞ്ഞാണ്. പിന്നെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും എല്ലാം ഉണ്ട്, പാദം വരെ ഉണ്ട്, എല്ലാം ഉണ്ടല്ലേ? ഞാന് ശരിക്കും പറഞ്ഞാൽ ഇതുവഴി പോകുമ്പം വിഷമിച്ച് നിൽക്കുന്ന ഒരു അമ്മയെ കണ്ട് ഈ സൈഡില്. എന്തോ ഇന്ന് പൊതിയൊന്നും വിറ്റില്ലേ? രാവിലെ പോയി കുറച്ച്. എത്ര കൊണ്ടുവന്നു? ഞങ്ങള് 25 കൊണ്ടുവന്നു. 25 കൊണ്ടുവന്നു. 25 വിറ്റ് കഴിഞ്ഞാൽ മരുന്ന് വാങ്ങിക്കാനുള്ള കാശ് കിട്ടും എന്നേ പറയാൻ പറ്റത്തുള്ളൂ അല്ലേ? ഓക്കെ, ഇതാണ് അമ്മച്ചിയുടെ ഒരു ബിരിയാണി എന്ന് പറയുന്നത്. എത്ര രൂപയ്ക്ക് കൊടുക്കുന്നത് നമ്മള്? 100 രൂപയ്ക്ക്. 100 രൂപ. നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കറക്റ്റ് നമ്മുടെ എടത്വ സെന്റ് അലോഷ്യസ് കോളേജിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് അല്ലേ? ഹസ്ബൻഡ് വിളിച്ച് അന്വേഷിക്കുവാണല്ലേ എങ്ങനെയുണ്ട് കച്ചവടം എന്നൊക്കെ? ഇല്ല, ഇന്ന് ഇത്ര മൗനമാ. അരി പഠിപ്പിച്ചോ? ശരി എന്നാ. അമ്മച്ചി പറയാണ് ഇന്നിച്ചിരി മൗനമാണെന്ന്. അപ്പൊ എന്തായാലും അമ്മച്ചിയുടെ കച്ചവടമൊക്കെ എല്ലാവരും ഒന്ന് ഉഷാറായി കൊടുക്ക്. സ്ഥലം നിങ്ങൾ മറന്നുകൊണ്ടാ. ഒരു ചെറിയൊരു സെറ്റപ്പാണ്. 100 രൂപയ്ക്ക് നിങ്ങൾക്ക് ബിരിയാണി കഴിക്കാം. സെന്റ് അലോഷ്യസ് കോളേജിന്റെ ഫ്രണ്ടില് ഒരു പമ്പുണ്ട്. പമ്പിന്റെ ആ സൈൻ ബോർഡിന്റെ തൊട്ടടുത്തായിട്ടാണ് അമ്മ നിൽക്കുന്നത്. തൊട്ടടുത്തായിട്ട് അവിടെ ഒരു പമ്പുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ലൊക്കേഷൻ. 1 മണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ തീരും. 1 മണിയാകുമ്പോൾ തീരും, ചിലപ്പോൾ 2 മണിയാവും. അപ്പൊ ഇന്നിപ്പോ 1 മണി ആകാറായല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു 1 മണി ആകാറായി. ഒരു പെട്ടി ഇരിപ്പുണ്ട്. അപ്പം ഇതുവഴി വരുന്നവരൊക്കെ എല്ലാവരും ഒന്ന് വാങ്ങിച്ച് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാനും എന്തായാലും അമ്മയുടെ നിന്ന് 2 ബിരിയാണി എടുക്കുകയാണ് കേട്ടാ. കിറ്റ് ഞാൻ അമ്മയെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാനും കിറ്റ് പപ്പടം തരാം. പപ്പടമൊക്കെ ഉണ്ടോ? എനിക്ക് വയ്യ, പപ്പടമൊക്കെ ഉണ്ട് കേട്ടാ. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ ആ സംരംഭത്തെ അടിപൊളിയാക്കി കൊടുക്കുന്നത്. അപ്പോൾ അമ്മച്ചി എല്ലാവരും ഒന്ന് സപ്പോർട്ട് കൊടുക്കണേ. കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് കേട്ടോ. പപ്പടമൊക്കെ വെച്ചിട്ടാണ് അമ്മ ഒരു ബിരിയാണി കൊടുക്കുന്നത്. 1 അല്ല 2 പപ്പടം. ഞങ്ങൾ തൃക്കുന്നപ്പുഴക്കാരായി പപ്പട വിഷയത്തിൽ മെയിൻ നിൽക്കുന്ന ആൾക്കാർ കേട്ടോ. കാരണം ഹരിപ്പാടാണ് ക്രെഡിറ്റ് എടുത്തത്, കൊല്ലമാണ് കേട്ടോ. ശരിയല്ലേ ഞാൻ പറയുന്നത്? ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും 200 രൂപ അല്ലേ അമ്മച്ചി? കാണാൻ പറ്റുമോ? പിന്നെന്താ, അമ്മച്ചിക്ക് നാളെ കാണാൻ പറ്റും. എങ്ങനെ കാണാൻ പറ്റും? അമ്മച്ചി ചോദിക്കുന്നത് എങ്ങനെ കാണാൻ പറ്റും? നമ്മുടെ ചാനലിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അമ്മയുടെ കച്ചവടം എല്ലാവരും ഒന്ന് ഉഷാറായി കൊടുക്കും കേട്ടോ.